ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് കൊടുത്തു വിടാനും ഈവനിങ് സ്നാക്ക് ആയിട്ട് കഴിക്കാനും ഒക്കെ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു അവലോസ് പൊടിയുടെ റെസിപ്പിയാണ്. ഇത് മുമ്പ് ഒരു വ്ലോഗിൽ ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. പക്ഷേ പലരുടെയും ആവശ്യപ്രകാരം ഇത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാണ്. കാരണം പലർക്കും അത് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അരി എടുക്കണം. പൊന്നി അരിയാണ് കേട്ടോ. ചോറ് വെക്കുന്ന അരിയാണ്, പക്ഷെ പെട്ടെന്ന് വേവുന്ന അരിയാണ്. പൊന്നി അരിയാണ് ഏറ്റവും നല്ലത്. നമുക്കൊരു 2 കപ്പ് പൊന്നി അരി എടുക്കാം. ഇത് നന്നായിട്ട് കഴുകി വെള്ളം പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് ബദാമാണ്. ബദാം എടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. കുറച്ചും കൂടെ ന്യൂട്രീഷ്യസ് ആവണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്തിരുന്നാൽ മതി. ഇത് ഞാനൊരു 2 കപ്പ് എടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയിൽ അവസാനം പറയുന്നുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യാം. പുറഭാഗമൊക്കെ ചെറുതായിട്ടൊരു ഡാർക്ക് സ്പോട്ടൊക്കെ വരില്ലേ, നന്നായിട്ടൊന്ന് മൂത്ത ഒരു മണം വരും. അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്തങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ പ്ലേറ്റിലേക്ക് എടുക്കുമ്പോൾ പ്ലേറ്റിലോ ഈ എടുക്കുന്ന സ്പൂണിലോ ഒന്നും വെള്ളമില്ലാതെ ഇരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. ഇല്ലെങ്കിൽ ഇത് ചീത്തയായിപ്പോയി. ഇത് കുറേ കാലം ഇരിക്കേണ്ട ഒരു സംഭവമല്ലേ. ഇതുപോലത്തെ ഒരു പ്ലേറ്റിലിട്ടിട്ട് അങ്ങ് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് എടുക്കേണ്ടത് കാഷ്യൂനട്ടാണ്. 1.5 കപ്പ് കാഷ്യൂനട്ട് എടുക്കാം. കാഷ്യൂനട്ട് ആണെങ്കിലും അത് ഈ ഒരു അളവിൽ എടുക്കണമെന്നില്ല. അളവ് വേണമെങ്കിൽ കുറച്ചെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഈ കാഷ്യൂനട്ടും നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതും നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. അതും എടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ടങ്ങ് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് നിലക്കടലയാണ്. നിലക്കടല കപ്പലണ്ടി എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും. ഇത് ഞാൻ ഒരു 1/2 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ എടുക്കുകയാണ്. റോസ്റ്റഡ് നിലക്കടല തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഡാർക്ക് കളർ ആയി വന്നിട്ടുണ്ട്. ഇത് മതി. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് വെള്ളം വാർന്നു പോകാൻ വെച്ച അരി അത് നമുക്ക് ചീനച്ചട്ടിയിലേക്കിട്ട് അത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കൂടുതൽ സമയം എടുക്കുന്നത് ഈ ഒരു അരി മൂത്ത് വരാനാണ്. ബാക്കിയൊക്കെ പെട്ടെന്ന് അങ്ങ് റോസ്റ്റായിട്ട് കിട്ടും. അരി മൂത്ത് വരാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കും. ആദ്യം വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ മൂപ്പിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചില അരികൾ പെട്ടെന്ന് ബ്രൗൺ കളറായി, ചില അരികൾ ആവാതിരുന്ന നന്നായിട്ട് പൊടിഞ്ഞു കിട്ടില്ല. കഴിക്കുന്ന സമയത്ത് കടിക്കുകയും ചെയ്യും. അരി ഈ ഒരു കളറായിട്ട് വരണം. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് മതി. ഇനി നമ്മൾ എടുക്കുന്നത് അവലാണ്. മട്ട അവലാണ്. ഇതൊരു 1/4 കിലോ ആണ് കേട്ടോ എടുക്കുന്നത്. 250 ഗ്രാം. അത് നമുക്ക് ചീനച്ചട്ടിയിലേക്കിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നല്ല ഡാർക്ക് കളർ ആയി വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകരുതേ ഒന്നും. അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്കിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം മാറ്റി വെച്ച ബദാം ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് സമയം അങ്ങ് അരയണ്ട. അരയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് എണ്ണ അങ്ങോട്ട് ഇറങ്ങി അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് മാറും. നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വന്നിരുന്നാൽ മതി. ഇത് മതി. ഇത് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം കുറച്ചൊന്ന് കട്ട പോലെ ആയിട്ടുണ്ട്. കുറച്ചൊരു എണ്ണ, അതിൻ്റെ ആ ഒരു ബദാമിൻ്റെ എണ്ണ ഇങ്ങനത്തെ ഇറങ്ങിയിട്ട് ഇനിയും അടിച്ചു കഴിഞ്ഞാൽ ഇനിയും നന്നായിട്ട് അങ്ങ് എണ്ണ പോലെ ആയിപ്പം. അത്രയും വേണ്ട, ഈ ഒരു പരുവം. അടുത്ത് നമുക്ക് കാഷ്യൂനട്ടിട്ട് പൊടിച്ചെടുക്കാം. അതും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും ഒരു തരിതരിപ്പായിട്ടാണുള്ളത് കേട്ടോ. ഒരുപാട് അങ്ങ് ഫൈൻ പൗഡർ ആയിട്ടില്ല. ഇനി നമ്മൾ എടുക്കുന്നത് നിലക്കടലയാണ്. ഇത് അതേപോലെ തന്നെ പൊടിച്ചെടുക്കാം. നിലക്കടലയും ബദാമും പോലെ തന്നെയാണ്. പെട്ടെന്ന് ഇതിൽ നിന്ന് എണ്ണ ഇങ്ങനെ ഇറങ്ങി വരും. പക്ഷേ ഇത് കുറച്ചൊരു നനവിലേക്ക് വരുന്ന കേട്ടോ നല്ലത്. അപ്പം നമുക്കിത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ തൊണ്ടയിൽ കുടുങ്ങില്ല. പൊടിയാവുന്ന സമയത്ത് നമ്മൾ അവലോസ് പൊടിയൊക്കെ കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങുന്നു പറയില്ല. അങ്ങനത്തെ ഒരു ഇത് വരില്ല. അത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. നമുക്ക് വേറെ ഒന്നും വേണ്ട. ഇത് മാത്രമായിട്ട് ഇങ്ങനെ കഴിക്കാം. കടല ഒറ്റ സെറ്റിൽ പോവില്ല. അപ്പോൾ കുറച്ചും കൂടി ഇട്ടിട്ട് പൊടിക്കുകയാണ്. കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ അരിയും അവലും കടലയും മാത്രം എടുത്തിട്ട് ഉണ്ടാക്കാം. കടലയുടെ അളവ് ഞാൻ എടുത്തതിനെ കഴിഞ്ഞും കുറച്ചുകൂടെ കൂട്ടിയെടുത്താൽ മതി. നമ്മൾ ബദാമും അണ്ടിപ്പരിപ്പും കാഷ്യൂനട്ടും ഇട്ടതിന് പകരം ആയിട്ട് കടല ഉപയോഗിക്കാം. അതും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ കടലയെല്ലാം പൊടിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തെടുക്കുന്നത് അരിയാണ്. ഇതെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം പൊടിച്ചാൽ മതി. അരി പൊടിക്കുന്ന സമയത്ത് നല്ല ഫൈൻ പൗഡറാക്കി പൊടിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അരി ഇങ്ങനെ കടിക്കുന്ന സമയത്ത് എത്രമാത്രം പൊടിക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് പൊടിച്ചിട്ട് ഇടാം. അതിന് അരി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ അവല് അതും കൂടെ പൊടിച്ചെടുക്കാം. അതും പൊടിച്ചെടുത്ത് ഒരുമിച്ചാക്കി കൊടുക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് ശർക്കരയാണ്. ഒരു 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കുത്തിപ്പൊട്ടിച്ച് മിക്സിയുടെ ജാറിലിട്ട് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു കിട്ടും. അതും നമുക്ക് ഈ മിക്സിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് ഇത് പാത്രം നല്ല ചെറുതായി പോയിട്ടോ. ഞാൻ ആ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ഒരുപാടങ്ങ് കുഴക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്നുകൂടെ മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി. അതാകുമ്പം നന്നായിട്ടങ്ങ് മിക്സായി കിട്ടും. കൈകൊണ്ട് മിക്സ് ആക്കണമെങ്കിൽ കുറേ സമയം ഒന്നിങ്ങനെ കുഴച്ചുകൊണ്ട് നിൽക്കണം. ഒന്ന് കറക്കി അങ്ങ് എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് അടിച്ചിങ്ങെടുക്കണം. അത് മതി. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരട്ടെ. ഒന്ന് മൂപ്പിച്ചെടുക്കണം.
അത് ഇടുമ്പോഴത്തേക്ക് ചൂടാകുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി 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 വരും. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ കയ്പ്പ് രസമായിരിക്കും. ഏകദേശം എല്ലാം ഒന്ന് പൊട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എടുത്ത് ഉടനെ തന്നെ പൊടിയിലേക്ക് അങ്ങോട്ട് എല്ലാം കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഇത് ഇളക്കാൻ പാകത്തിന് 2 പാത്രത്തിലേക്ക് ആക്കിയെന്നേ ഉള്ളൂ. എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിരുന്നാൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കോ അല്ലെങ്കിൽ ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണിത്. ഇപ്പം ഹോസ്റ്റലിലൊക്കെ കുട്ടികൾ പോകുകയാണെന്നുണ്ടെങ്കിൽ കൊടുത്തു വിടുകയാണെങ്കിൽ അവർക്ക് വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതങ്ങ് എടുത്തിരുന്ന് കഴിച്ചിരുന്നാൽ മതി. ഫുഡ് ഉണ്ടാക്കേണ്ടവരാണെങ്കിൽ അല്ലെങ്കിൽ ചിക്കു അവിടെ കോയമ്പത്തൂർ ഹോസ്റ്റലിൽ പോകുന്ന സമയത്ത് ഞാൻ കൊടുത്തു വിടുന്ന ഒരു സംഭവം. അവിടെ എല്ലാവരും, ചിക്കു മാത്രമല്ല ചിക്കുവിൻ്റെ ഫ്രണ്ട്സും ഒക്കെ എല്ലാവരും കഴിക്കും. ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അവലോസ് പൊടി പോലെ ഇങ്ങനെ ഡ്രൈ ആയിരിക്കില്ല, നല്ലൊരു നനവായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. ഇതിപ്പോൾ 2 കിലോ ഉണ്ടാവും കേട്ടോ മൊത്തം വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.